ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിൻ്റെ ആമുഖമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ് മാസത്തിൽ അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുയായികളെയും കൂട്ടി, ഏകദേശം 1400ഓളം അനുയായികളെയും കൂട്ടി മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയും അങ്ങനെ മക്കയുടെ അതിർത്തി പ്രദേശത്ത് തമ്പടിക്കുകയും ചെയ്ത വർത്തമാനമാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. അവിടെ വച്ച് മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിൽ അവരെ ഏർപ്പെടുത്താനും അങ്ങനെ അവരെ തൽക്കാലം ഉംറയിൽ നിന്ന് തടയാനും ഖുറൈശികൾ പരമാവധി ശ്രമിച്ചു. അതിൻ്റെ ഫലമായി ധാരാളം ഗോത്ര തലവന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയക്കുകയും അദ്ദേഹവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവർ നബിയുടെ അടുത്തെത്തി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും വെറും ഉംറയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ്, യുദ്ധത്തിന് വേണ്ടി വന്നതല്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും ആദരവിനെക്കുറിച്ചുമൊക്കെയുള്ള മഹത്വവചനങ്ങളാണ് തിരിച്ചു പോയിട്ട് അവർ ഖുറൈശികൾക്ക് എത്തിച്ചു കൊടുത്തത്. ഇത്തരം സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഖുറൈശികളുമായി സംസാരിക്കുന്നതിന് വേണ്ടി, അപ്പോൾ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഉംറയ്ക്ക് വേണ്ടി മുസ്ലിങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിച്ചാൽ അതൊരു പരാജയം സമ്മതിക്കുന്നതാകുമെന്ന തിരിച്ചറിവിൽ നിന്ന് ഏത് വിധേനയും മുസ്ലിങ്ങളെ തടയണമെന്ന ഒരു കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായിരുന്നത്. വാസ്തവത്തിൽ അവർ അങ്ങനെ ഉംറയ്ക്ക് വരുന്ന ഒരു സംഘത്തെ അന്നത്തെ അറേബ്യയിൽ നിലവിലിരുന്ന നാട്ടാചാരം വെച്ചിട്ട് തന്നെ തടയാൻ പാടില്ല വാസ്തവത്തിൽ. പക്ഷേ അങ്ങനെ അത് തടയുന്നത് അവർക്ക് രാഷ്ട്രീയമായും അതുപോലെ തന്നെ അവരുടെ വ്യാപാരപരമായിട്ടുമൊക്കെ അവർക്ക് ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും ഈ വരവിനെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അത് അനുവദിക്കുക, ഉംറ ചെയ്യാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അവർ അവരുടെ ജാഹിലി ചിന്തയിലൂടെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും അതിന് സമ്മതിക്കില്ല എന്ന വാദത്തിൽ അവർ ഉറച്ചു നിന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ അടുത്തേക്ക് ഒരു സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി അയച്ചു. പക്ഷേ അദ്ദേഹത്തെ ഖുറൈശികൾ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഈ വാർത്ത മുസ്ലിങ്ങളുടെ അടുത്തെത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന ഒരു രൂപത്തിലാണ് അത് എത്തിയത്. ഒരു തെറ്റായ വാർത്തയായിരുന്നു, പക്ഷെ അങ്ങനെയാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്തിയത്. നമുക്ക് ഇന്നത്തെ പോലെ, ഇന്ന് നിലവിലുള്ളതുപോലെ ആശയവിനിമയത്തിനുള്ള ആധുനികമായ ഉപാധികളില്ലാത്തൊരു കാലത്ത് അങ്ങനെ തന്നെയാണ് ചില വാർത്തകൾ പ്രചരിക്കുക എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വാർത്ത എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളിൽ നിന്ന് 1400ഓളം സഹാബികളുടെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രതിജ്ഞ വാങ്ങി. അതായത് തങ്ങളുടെ അവസാന ശ്വാസം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ട്, ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം നിൽക്കും. കാരണം ആ സന്ദർഭത്തിൽ ഒരു യുദ്ധം ചെയ്യുകയല്ലാതെ നബിക്കും അനുയായികൾക്കും മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. കാരണം തങ്ങളുടെ നയതന്ത്ര പ്രതിനിധിയെ വധിച്ചത് തങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം പോലെ തന്നെയാണ് എന്നതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ ഈ വധവാർത്ത തെറ്റായിരുന്നുവെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ശരിയായ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ ഈ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആ സമൂഹത്തിൽ, മുസ്ലിങ്ങളുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞ ആ ഒരു ഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതായത് അവർ ഒരു പ്രതീക്ഷയോടെയാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത്, ഉംറ ചെയ്യാനുള്ള പ്രതീക്ഷ. യുദ്ധത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പും അവർ നടത്തിയിട്ടില്ല. കേവലം ഒരു വാൾ മാത്രമാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളത്. അത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ സാധാരണഗതിയിൽ ഏത് യാത്രയ്ക്കും അറബികൾ കയ്യിൽ കരുതുന്ന ആ ഒരൊറ്റ ആയുധം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷെ എന്നിട്ടും തങ്ങൾ പോകുന്നത് വലിയ ഒരു സൈന്യത്തിൻ്റെ മടയിലേക്കാണ് എന്നറിഞ്ഞിട്ടും ഒരാളൊഴിച്ച് ആ 1400 സഹാബികളിൽ മുഴുവൻ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കരാർ ചെയ്തു. ആ കരാറിനെ കുറിച്ച് സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു തആല
പ്രതിപാദിക്കുന്നുണ്ട്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അഷ്ജറ. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് പ്രതിജ്ഞ ചെയ്ത സത്യവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ തൃപ്തിപ്പെടലിനെ കുറിക്കുന്നതിന് വേണ്ടി തന്നെ ഈ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലും അതുപോലെ പിന്നീട് പരിശുദ്ധ ഖുർആനിൽ ഈ പ്രതിപാദിച്ചതിൻ്റെ ഫലമായി പിന്നീട് ചരിത്രത്തിൽ ഈ പ്രതിജ്ഞ അറിയപ്പെടുന്നത് ബൈഅത്തുർ റിദ്വാൻ എന്നതാണ്. പ്രതിജ്ഞ, അതായത് സംതൃപ്തിയുടെ പ്രതിജ്ഞ എന്നർത്ഥത്തിൽ. ആ പ്രതിജ്ഞ ചെയ്തതിന് ശേഷം പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവാർത്ത തെറ്റായിരുന്നുവെന്ന് അറിവാകുകയും അദ്ദേഹം മുസ്ലിങ്ങളുടെ ക്യാമ്പിൽ തിരിച്ചെത്തുകയും ചെയ്തു. അതിനുശേഷം ഖുറൈശികൾക്ക് മനസ്സിലായി ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും ഒരു സന്ധ്യ സംഭാഷണം നടത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇത്തരം യുദ്ധത്തിന് വേണ്ടി അവർ ഒരുങ്ങിയ സ്ഥിതിക്ക് ആ യുദ്ധത്തിൽ നിന്ന് പിന്നീട് അവർ പിൻവാങ്ങുകയില്ല. ഒരു സന്ധ്യ സംഭാഷണമല്ലാതെ ഇനി മാർഗമില്ല എന്നവർ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി അയക്കുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ ഒരിക്കലും മക്കയിൽ പ്രവേശിക്കാൻ മുസ്ലിങ്ങളെ അനുവദിക്കുകയില്ല എന്ന ശാഠ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയും തങ്ങളുടെ അഭിമാനം കാക്കാൻ വേണ്ടി ഇക്കൊല്ലം നബിയും കൂട്ടരും തിരിച്ചു പോകണം, അടുത്ത കൊല്ലം അവർക്ക് ഉംറക്ക് വരാം എന്നാണ് അവർ അവസാനം എത്തിച്ചേർന്ന ഒരു നിലപാട്. അങ്ങനെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ഒരു സംവാദവും അതുപോലെ ഒരു സംഭാഷണത്തിന് ശേഷം ഒരു കരാറിൽ ഒപ്പുവെക്കാൻ തീരുമാനമായി. ആ കരാറിൽ 4 വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇക്കൊല്ലം മുതൽ 10 വർഷത്തേക്ക് ഇരു കക്ഷികളും തമ്മിൽ പരസ്യമായോ രഹസ്യമായോ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും പരസ്പരം എതിരെ നടത്തുകയില്ല. എന്ന് പറഞ്ഞാൽ യുദ്ധമടക്കമുള്ള ഒരു പ്രവർത്തനവും നടത്തുകയില്ല. 2, ആരെങ്കിലും മുസ്ലിങ്ങളിൽ നിന്ന് ഖുറൈശികളുടെ അടുത്തേക്ക് വന്നാൽ, അതായത് മദീനയിൽ നിന്ന് മുസ്ലിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് കൂറുമാറി മക്കയിലേക്ക് വന്നാൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തിരിച്ചയക്കുകയില്ല. എന്നാൽ തിരിച്ച് മക്കയിൽ നിന്ന് ആരെങ്കിലും അവരുടെ ബന്ധുക്കളുടെ സമ്മതമില്ലാതെ പലായനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കേണ്ടതാകുന്നു. 3-ാമത്തെ വ്യവസ്ഥ, അറേബ്യയിലെ ഏതൊരു ഗോത്രത്തിനും ഈ 2 കക്ഷികളിൽ ഏതെങ്കിലും ഒരു കക്ഷിയുമായിട്ട് സഖ്യകക്ഷിയായി ഈ കരാറിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് അപ്രകാരം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. 4-ാമത്തെ വ്യവസ്ഥ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർഷം ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം. അടുത്ത വർഷം അവർക്ക് ഉംറക്ക് വന്ന് 3 ദിവസം മക്കയിൽ തങ്ങാവുന്നതാണ്. അങ്ങനെ വരുമ്പോഴും അവരുടെ കയ്യിൽ ഓരോ വാൾ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. മറ്റു യുദ്ധോപകരണങ്ങളൊന്നും തന്നെ കൊണ്ടുവരാൻ പാടുള്ളതല്ല. എന്നല്ല, അടുത്ത വർഷം അവർ ഉംറയ്ക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കൂട്ടർക്കും മക്കയിൽ തങ്ങുന്നതിന് വേണ്ടി 3 ദിവസം മക്കാവാസികൾ ആ പട്ടണം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കും. അതായത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു സംഘടനത്തിന് ഇടയാകാതിരിക്കാൻ വേണ്ടി. എന്നാൽ തിരിച്ചു പോകുമ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഈ സന്ധി വ്യവസ്ഥകൾ 4 സന്ധി വ്യവസ്ഥകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി യോജിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ ക്യാമ്പിലുണ്ടായ ഒരു അസ്വസ്ഥതയെക്കുറിച്ചും അവർ അകപ്പെട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ചും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതൊരു അപമാനകരമായ ഒരു കരാറായിട്ടാണ് മിക്ക സഹാബികൾക്കും ബോധ്യപ്പെട്ടത്. കാരണം ഇതിലുള്ള മിക്കവാറും വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് തിരിച്ചു പോകണം എന്ന, അതായത് ഇപ്പോൾ ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം എന്ന വ്യവസ്ഥയും, മറിച്ച് അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കുകയില്ല, മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം, ഈ വ്യവസ്ഥകളൊക്കെ വളരെ അപമാനകരമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ, പ്രത്യേകിച്ച് നല്ല ദീർഘവീക്ഷണവും ക്രാന്തദർശിയുമായിട്ടുള്ള ഉമർ ബിൻ ഖത്താബിനെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ പോലും വളരെ അസ്വസ്ഥമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, മുസ്ലിമായ ശേഷം എൻ്റെ മനസ്സിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു സംശയത്തിന് ഈ ദീനിൻ്റെ വിഷയത്തിൽ പഴുതുണ്ടായിട്ടില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ എനിക്ക് പോലും അതിൽ നിന്ന് സുരക്ഷിതനാകാനായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എത്രത്തോളം വെച്ചാൽ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയല്ലേ, നമ്മൾ മുസ്ലിങ്ങളല്ലേ, ഈ ഖുറൈശികൾ വിഗ്രഹാരാധകരല്ലേ, എന്നിട്ട് നമ്മൾ എന്തിനാണ് ദീനിൻ്റെ കാര്യത്തിൽ ഈ നിന്ദ്യത സ്വീകരിക്കുന്നത്? അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഉമറെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ്. അള്ളാഹു ഒരിക്കലും അദ്ദേഹത്തെ കൈവെടിയുകയുമില്ല. എന്നിട്ടും ഉമർ ബിൻ ഖത്താബിന് ക്ഷമ വന്നില്ല. അദ്ദേഹം ഇതേ ചോദ്യങ്ങൾ നബിയുടെ അടുത്ത് തന്നെ ചെന്ന് നേരിട്ട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹുവിന് നൽകിയ അതേ മറുപടി തന്നെയാണ് കൊടുത്തത്. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഈ ഒരു അവിവേകത്തെക്കുറിച്ച് അള്ളാഹുവിനോട് പ്രത്യേകമായി മാപ്പിരക്കുകയും ഒരുപാട് കാലം സുന്നത്ത് നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളും ഇതിനു വേണ്ടി പ്രത്യേകം നിർവഹിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും രണ്ട് വ്യവസ്ഥകളാണ് ഈ കരാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അസ്വസ്ഥജനകമായ അവസ്ഥ ഉണ്ടാക്കാൻ കാരണമായത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോകുന്നവരെ മദീനക്കാർ തിരിച്ചയക്കണം, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടിപ്പോകുന്നവരെ മക്കക്കാർ എന്തുകൊണ്ട് തിരിച്ചയക്കേണ്ട. അപ്പോൾ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തത്, നമ്മിൽ നിന്ന് അവരുടെ കൂട്ടത്തിലേക്ക് ആരെങ്കിലും ഓടിപ്പോയാൽ പിന്നെ അവരെ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അള്ളാഹു അത്തരക്കാരെ നമ്മിൽ നിന്ന് അകറ്റി തന്നെ നിർത്തട്ടെ. എന്നാൽ അവരിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നവരെ നാം തിരിച്ചയച്ചാലും അവരുടെ മോചനത്തിന് അള്ളാഹു മറ്റെന്തെങ്കിലും മാർഗമുണ്ടാക്കുക തന്നെ ചെയ്യും. ഇതായിരുന്നു ഒരു വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ, ഇപ്പോൾ ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം എന്നതായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ സ്വപ്നം കണ്ടത് മക്കയിൽ പോയി തവാഫ് ചെയ്യുന്നതായിട്ട് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ വർഷം തന്നെ തവാഫ് ചെയ്യും എന്ന് സ്വപ്നത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടുത്ത വർഷം സന്ധി വ്യവസ്ഥ പ്രകാരം നമുക്ക് അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യാമല്ലോ. അതുകൊണ്ട് അള്ളാഹു ആ തവാഫ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, അത് അടുത്ത വർഷം നടക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഉറപ്പ് കൊടുത്തു. പക്ഷെ എന്നാൽ പോലും സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്വസ്ഥതകൾക്ക് ഒരു കുറവുണ്ടായില്ല. പ്രത്യേകിച്ചും ആ കരാർ എഴുതിക്കൊണ്ടിരിക്കെ തന്നെ സുഹൈൽ ഇബ്നു അംർ, ഖുറൈശികളുടെ നേതാവായിട്ടുള്ള സുഹൈൽ ഇബ്നു അംറിൻ്റെ മകൻ അബൂജന്തൽ, അദ്ദേഹം നേരത്തെ മുസ്ലിമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഖുറൈശികൾ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു, മദീനയിലേക്ക് പോകാൻ അനുവദിക്കാതെ. അദ്ദേഹം ഈ സന്ദർഭത്തിൽ എങ്ങനെയോ തടവ് ചാടി കാൽപാദങ്ങളിൽ ചങ്ങലയുമായി ശരീരത്തിൽ മുഴുവൻ മർദ്ദനത്തിൻ്റെ പാടുകളുമായി നബിയുടെ അടുത്തെത്തിയിട്ട് എങ്ങനെയെങ്കിലും തങ്ങളെ മോചിപ്പിക്കണം എന്ന് അപേക്ഷിച്ചു. പക്ഷേ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞത്, നമ്മൾ കരാർ പത്രം എഴുതിയിട്ടില്ലെങ്കിലും വ്യവസ്ഥകൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അബൂജന്തലിനെ വിട്ടുതരില്ല, അദ്ദേഹത്തെ ഞങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിക്കുകയും അദ്ദേഹത്തെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവിടെ പ്രത്യക്ഷത്തിൽ ഇത് കാണുക കൂടി ചെയ്തപ്പോൾ അവരുടെ അസ്വസ്ഥതകളേറുകയും അവർ ആകപ്പാടെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. അങ്ങനെ കരാറെല്ലാം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ബലികർമ്മം നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് ബലികർമ്മം നിർവഹിച്ച് തല മുണ്ടനം ചെയ്ത് ഇഹ്റാമിൽ നിന്ന് വിരമിക്കണം. പക്ഷെ ആരും അനങ്ങിയില്ല. 3 പ്രാവശ്യം നബി ഈ കൽപ്പന ആവർത്തിച്ചു. പക്ഷെ ആരും അനങ്ങാൻ പോലും തയ്യാറാകാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കടുത്ത വേദനയിലും മനക്ലേശത്തിലും ക്യാമ്പിലേക്ക് പോന്നു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത സ്ഥിതിവിശേഷമായിരുന്നു. അങ്ങനെ എന്ത് കൽപ്പന നബി കൊടുത്താലും അത് മുഴുവൻ അനുസരിക്കുന്ന ഒരു സഹാബികളെ വൃന്ദത്തെയാണ് പ്രവാചകൻ അതുവരെ കണ്ടിരുന്നത്. പക്ഷേ ഇതൊരു വലിയ ആഘാതമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം സ്വന്തം ക്യാമ്പിൽ ചെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ, സ്വന്തം പത്നിയായിട്ടുള്ള ഉമ്മു സലമയുടെ മുമ്പിൽ ഈ വിവരം ധരിപ്പിച്ചു. അപ്പോൾ അവർ ഒരു നല്ല നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചു. അങ്ങ് നിശബ്ദനായി പോയിട്ട് സ്വന്തം ഒട്ടകത്തെ ബലിയെറുക്കുകയും ഒരു ക്ഷുരകനെ വിളിച്ച് ശിരസിലെ തലമുടി നീക്കുകയും ചെയ്യുക, അതനുസരിച്ച് മറ്റുള്ളവർ ചെയ്തോളും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വയം തന്നെ ചെയ്യുന്നത് കണ്ടപ്പോൾ ആളുകൾ അവരുടെ മനസ്സ് മാറുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി തീരുമാനങ്ങൾക്ക് മാറ്റമില്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു നിർദ്ദേശം ശരിക്കും ഫലിക്കുകയാണുണ്ടായത്. അങ്ങനെ അവർ ഹുദൈബിയ സന്ധി തങ്ങൾക്കേറ്റ ഒരു പരാജയമായി, ഒരു അസ്വസ്ഥമായ മനസ്സുമായിട്ട് അവർ മദീനയിലേക്ക് തിരിച്ച് ഏതാണ്ട് മക്കയിൽ നിന്ന് ഏതാണ്ട് 25 മൈൽ അകലെയുള്ള ദജ്നാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ തങ്ങൾ പരാജയമായി കരുതിയിരുന്ന ഈ സന്ധി യഥാർത്ഥത്തിൽ മഹത്തായ വിജയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫതഹ് അവതരിച്ചത്. അപ്പോൾ ഈ സൂറത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഈ ലോകത്തെയും അതിലുള്ള സകലതിനേക്കാൾ വിലപ്പെട്ട ഒരു കാര്യം അവതീർണമായിരിക്കുന്നു, അത് ഈ സൂറത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. ഇത് കേട്ടതോടുകൂടി മുസ്ലിങ്ങൾക്ക് വല്ലാത്ത മനസ്സമാധാനം അനുഭവപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും മനസ്സ് കുളിർത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പ്രത്യേകം പ്രവാചകൻ ഇത് കേൾപ്പിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഈ സൂറത്ത് പറയുന്നത് പോലെ തന്നെ ഇതൊരു മഹത്തായ വിജയമായി പിന്നീട് അവർക്ക് അനുഭവപ്പെട്ടു. കാരണം ഈ കരാർ മുഖേന മുസ്ലിങ്ങൾക്കുണ്ടായിത്തീർന്നത് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. ഒന്ന്, ഈ പിന്നീടൊരു യുദ്ധമില്ലാ കരാറാണല്ലോ ഇതിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത 10 വർഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപൂർണ്ണമായി ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. മാത്രമല്ല മദീനയുടെ മറ്റു വശത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചു. അവിടെയുള്ള ഗോത്രങ്ങളുമായൊക്കെ കരാർ ചെയ്യാനും അവരിൽ പലരും ഇസ്ലാം സ്വീകരിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. അതുപോലെ തന്നെ ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുന്നവരെ തിരിച്ചയക്കും എന്നുള്ള കരാർ പോലും, ആ വ്യവസ്ഥ പോലും മുസ്ലിങ്ങൾക്ക് പിന്നീട് ഗുണകരമായി മാറി. കാരണം അവരിൽ നിന്ന് ചിലർ തടവ് ചാടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. മദീനയിൽ നിന്ന് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. പക്ഷേ അവർ തിരിച്ച് മക്കയിലേക്ക് പോയില്ല, മറിച്ച് അവർ വീണ്ടും തടവ് ചാടി മറ്റ് ചെങ്കടൽ തീരത്തുള്ള പ്രദേശത്തൊക്കെ പോയി തമ്പടിക്കുകയും അവർ കുറേ പേര് അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഖുറൈശികളെ, അവരെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, കാരണം അവർ കരാറിലൊന്നും പെട്ടിട്ടില്ല. അവർ ഖുറൈശികളുടെ കച്ചവട റൂട്ടിനെയൊക്കെ ആക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഖുറൈശികൾക്ക് വലിയ ഭാരമായി മാറുകയും അവർ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അഭ്യർത്ഥിച്ചു, അവരെ തിരിച്ചെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ആ കരാറിലെ ആ വ്യവസ്ഥ പോലും പിന്നീട് മുസ്ലിങ്ങൾക്ക് ഗുണകരമായി മാറി. ഏതായാലും ഇതിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ബാക്കി ഹുദൈബിയ സന്ധി എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് വിജയമായി മാറിയത്, അതുപോലെ പരാജയത്തിൽ നിന്ന് എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ അള്ളാഹു വിജയത്തിലേക്ക് നയിക്കുന്നത്, അള്ളാഹുവിൻ്റെ കാണാച്ചരടുകൾ അല്ലെങ്കിൽ അവൻ്റെ അദൃശ്യ സൈന്യങ്ങൾ എങ്ങനെ മുസ്ലിങ്ങളുടെ പ്രതിസന്ധിയിൽ അവരുടെ സഹായത്തിനെത്തും എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ നമുക്കതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.